നമസ്കാരം. ഷൈൻ വൈദ്യരാണ്. അതേപോലെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ രീതികളിൽ പോലും വിരുദ്ധാഹാരങ്ങളായ ഭക്ഷണ രീതികൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം പലതും യൂട്യൂബർമാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അല്ലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന അറിവുകളിൽ നിന്നും ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെയാണ് ഇതിലൂടെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു ചെറിയ ബോധവൽക്കരണം നടത്താം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പരമ്പരാഗത വൈദ്യൻ എന്നുള്ള നിലയിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകാം എന്നാണ് ഞാൻ എൻ്റെ ദൗത്യം ഈ വിഷയത്തിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ജനസമൂഹത്തിൽ അത്തരത്തിലുള്ള അറിവുകൾ പകരുകയും ചെയ്യുക, നാട്ടറിവുകൾ ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനത്തെ കാണുന്നത്. ഇന്ന് പല ആളുകളും തെറ്റിദ്ധാരണയായിട്ട് പല ഔഷധ സസ്യങ്ങളെയും പല ചെടികളെയും പല രീതികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ആ ഉപയോഗിക്കേണ്ട ക്രമങ്ങൾ പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള ഒരറിവുകളുണ്ട്. ആ അറിവുകളുടെ ശോഷണമാണ് ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ആരോഗ്യപരമായ ശോഷണം സംഭവിക്കുകയും അവരുടെ പല അവയവങ്ങൾക്ക് അത് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് വേപ്പില നല്ല ഒരു ഔഷധമാണ്. പക്ഷേ വേപ്പില സ്ഥിരമായി പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെയുള്ള നല്ലൊരു ഔഷധമാണ്. എനിക്ക് ഓർമ്മയുള്ള കൊറോണ കാലഘട്ടത്തിൽ ഈ വേപ്പിൻ്റെ ഇല സ്ഥിരമായി ഉപയോഗിച്ച ഒരാളെക്കുറിച്ചാണ്. അദ്ദേഹം പ്രതിരോധ ശക്തി വരണം, കൊറോണ ബാധിക്കരുത് എന്ന് കരുതി സ്ഥിരമായി കഴിച്ച ഒരു ഔഷധമാണ് വേപ്പില. അപ്പോൾ ആ വേപ്പില ഔഷധ ഗുണമുള്ളതാണ്, ശരിയാണ്. പക്ഷേ ഇദ്ദേഹം സ്ഥിരമായി കൊറോണയെ ഭയന്ന് സ്ഥിരമായി മാസങ്ങളായിട്ട് ഈ മരുന്ന് കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ മരുന്നിൻ്റെ ഒരു എഫക്റ്റും ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഏത് സാധനത്തിന് എഫക്റ്റ് ഉണ്ടോ അതേപോലെ തന്നെ അതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ട്. അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്.